ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ്, അതുപോലെ തന്നെ നോമ്പൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് ഒരു 5 ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് ഉണ്ടല്ലോ, അതിലൊരു 5 ഗ്ലാസ് അളവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറാക്കേണ്ട അതിന് വേണ്ടിയിട്ട് അതുപോലെ ആവശ്യത്തിനുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം മാത്രം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നമുക്കൊന്ന് 1-2 വിസിലൊന്ന് അടുപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3-4 സ്പൂൺ വെള്ളമൊക്കെ മതിയായിരിക്കും. ഇനി നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനൊരു സ്പൂണ് കസ്കസ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം അരിപ്പയിലൂടെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഓവർ റൈപ്പായിട്ടുള്ള പഴമൊക്കെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിതിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് പഴം വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു രീതിയിലുള്ള പഴം വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അതിന് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം, ഏത് പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതേപോലെ അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ ഇതുപോലെ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് റെഡിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഓവറായിട്ട് അരഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ ആ ഒരു രീതിയും ടേസ്റ്റും ഒക്കെ തന്നെ മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 10-15 ബദാമാണ്. അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രി തന്നെ കുതിർത്താനായിട്ട് ഇട്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ കുതിർന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കുതിർത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാനിത് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതും നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. പാലിൽ മാത്രമാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടും ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സോ ഫ്രൂട്ട്സ് ഇതെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് നട്ട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ബദാം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിസ്ത, ഉണക്കമുന്തിരി, ഇതൊക്കെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്, റിച്ച് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ
ഇഷ്ടമുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രിങ്കാണ് കാണിക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഡ്രിങ്കാണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തണുപ്പ് ആവശ്യമുള്ളവർക്ക് പാല് തണുപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തണുപ്പൊന്നും വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടൊക്കെ ആറിയതിന് ശേഷം അങ്ങനെ സാധാരണ രീതിയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കസ്കസൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചിലർക്കൊന്നും അധികം അങ്ങോട്ട് കസ്കസൊന്നും ചേർക്കുന്നത് ഇഷ്ടമുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മധുരം ഒക്കെ പാകത്തിന് ഉണ്ടോ എന്ന് ഈ ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മധുരം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ തന്നെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വനില എസൻസിന് പകരമായിട്ട് ഒരു 3-4 ഏലക്കായ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. എന്നിരുന്നാലും ഇതിന് രണ്ടിനും 2 ഫ്ലേവർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഗ്ലാസ്സിൽ ഒരു 5 ഗ്ലാസ് കിട്ടുന്ന രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. അതുപോലെ തന്നെ നല്ല ഉണർവും ഉന്മേഷമൊക്കെ കിട്ടാനുള്ള, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഇത് കേട്ടോ. അതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഡ്രിങ്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാനും അറിയാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.